യെരുശലേം ദൈവാലയം പുനർനിർമ്മിക്കണമെന്ന് യെരുശലേം ദിനത്തിൽ മന്ത്രിമാരുടെ ആഹ്വാനം. യെരുശലേം, ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗൂരും സഹ ഓട്സ്മ യാഹൂദിറ്റ് നിമസാനിംഗും ഇത്സാക്ക് ക്രോയിസറും യെരുശലേം ദിനത്തിൽ യഹൂദന്റെ നഷ്ടപ്പെട്ട യെരുശലേം ദൈവാലയം പുനർനിർമ്മിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ദൃഢനിശ്ചയത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഫലമായി ടെമ്പിൾ മൗണ്ടിൽ ഞങ്ങൾ ഭരണം പുനഃസ്ഥാപിച്ചു. ബെൻഗൂർ പ്രഖ്യാപിച്ചു. ഈ വർഷം റമദാൻ ഏറ്റവും ശാന്തമായിരുന്നു. പ്രതിരോധത്തിന് നന്ദി. ടെമ്പിൾ മൗണ്ട് നമ്മുടെ കൈകളിലാണ്. 1967 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ യെരുശലേമിനെ വീണ്ടും ഏകീകരിച്ചതിന്റെ പ്രതീകമായി പഴയ നഗരത്തിലൂടെയുള്ള വാർഷിക യെരുശലേം ദിന പതാക മാർച്ചിന് മുന്നോടിയായി ബെൻഗൂറും ക്രോയിസറും ടെമ്പിൾ മൗണ്ടിൽ പതാക വീശി. തുടർന്ന് രണ്ടു നേതാക്കളും ഇസ്രായേൽ പതാക പിടിച്ചുകൊണ്ട് ഡോം ഓഫ് ദി റോക്കിന് സമീപം മുത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്തു. മെയ് 14 സൂര്യാസ്തമയത്തിൽ ആരംഭിച്ച് മെയ് 15 രാത്രി അവസാനിക്കുന്നതുവരെയാണ് യെരുശലേം ദിനമായി ആചരിച്ചത്. അന്ന് ദേശീയ അവധി ദിനമാണ്. എല്ലാ പള്ളികളും ഒഴിവാക്കി ദൈവാലയം നിർമ്മിക്കാൻ സമയമായി. ക്രോയിസർ ഫേസ്ബുക്കിൽ കുറിച്ചു. ദൈവവചനപ്രകാരം മൂന്നാം യെരുശലേം ദൈവാലയം നിർമ്മിക്കുന്നത് എതിർക്രിസ്തു ഇസ്രായേലിൽ ഭരണം ആരംഭിക്കുന്ന സമയത്താണ്. ഇതിനു മുന്നോടിയായി സംഭവിക്കേണ്ടത് ക്രിസ്തുവിന്റെ രണ്ടാം മടങ്ങിവരവാണ്. അതിനുശേഷം ഒട്ടനവധി സംഭവങ്ങൾക്കു ശേഷമാകും ദൈവാലയം പുനർനിർമ്മിക്കുക.